ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് സാലി പോൾ. ഞങ്ങളിപ്പോൾ കോലഞ്ചേരിക്ക് അടുത്ത് താമസിക്കുന്നു. കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ഇവിടെ ആക്കിയിരിക്കുന്നു. ഞങ്ങൾ കുടുംബമായിട്ട് കർത്താവിൻ്റെ വേലയിലാണ്. പരസ്യയോഗങ്ങളും മറ്റ് പൊതു മീറ്റിങ്ങുകളുമായിട്ട് വിവിധ ഇടങ്ങളിൽ, വിവിധ തെരുക്കോണുകളിൽ കർത്താവിൻ്റെ വചനവുമായി കടന്നു പോകുന്നു. മലയാളം കൂടാതെ ഞാൻ 8 ഭാഷകളിൽ പാട്ടുകൾ പാടും. ഇപ്പോൾ ഞങ്ങൾ ബംഗാളി സഹോദരങ്ങളുടെ ഇടയിലും പരസ്യയോഗങ്ങളും ഭവന സന്ദർശനങ്ങളും അവരുടേതായ ഭാഷയിലുള്ള ബൈബിള്, ട്രാക്റ്റുകൾ ഒക്കെ കൊടുത്ത് അവരോടും സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കർത്താവിൻ്റെ വേലയിൽ വളരെ സന്തോഷത്തോടെ ഞാൻ മുന്നോട്ട് പോകുന്നു. സിസ്റ്ററിന്റെ ജന്മസ്ഥലം ഏതാണ്? കുടുംബ പശ്ചാത്തലങ്ങളൊക്കെ ഒന്ന് വിവരിക്കാമോ? എവിടെയാണ് ജനിച്ചു വളർത്തപ്പെട്ടത്? മാതാപിതാക്കൾ ആരൊക്കെയാണ്? ആ പശ്ചാത്തലങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ഇടുക്കി ജില്ലയില് അടിമാലിയുടെ അടുത്ത് 10 മൈൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാനൊരു കത്തോലിക്ക കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. എനിക്ക് 4 സഹോദരങ്ങളുണ്ട്. 2 സഹോദരന്മാരും 2 സഹോദരിമാരും. മാതാപിതാക്കള് പെട്ടുപോയി. ഞാൻ എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ കാത്തലിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് ഈ പള്ളിയിലുള്ള ആരാധനാക്രമങ്ങളും ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമായിട്ടുള്ള വ്യത്യാസം മനസ്സിലാക്കിയിട്ടും എൻ്റെ ചെറുപ്രായത്തിൽ മുതൽ ഇത് എന്താണ് ഇങ്ങനെ എന്ന് എനിക്ക് എൻ്റെ ആ ചെറിയ ഹൃദയത്തിൽ ഒരു ചിന്തയുണ്ടായി. അങ്ങനെ ഞാൻ യഥാർത്ഥമായിട്ട് ഇങ്ങനെ ബൈബിൾ ഒന്നേന്ന് മുതൽ വായിക്കാൻ തുടങ്ങിയപ്പോൾ പള്ളിയിലെ ആരാധനകളും സഹോദരങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? സഹോദരങ്ങൾ അവരെ കൃഷിപ്പണിയാണ്. ഓക്കെ സിസ്റ്റർ, ഈ പെന്തക്കോസ്തൽ വിശ്വാസത്തിലേക്ക്, കത്തോലിക്ക സഭയിൽ അല്ലെങ്കിൽ കത്തോലിക്ക വിശ്വാസത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട സിസ്റ്റർ ഒരു പെന്തക്കോസ്തൽ വിശ്വാസത്തിലേക്ക് വരാനായിട്ടുള്ള കാരണം എന്താണ്? കാരണം ഞാൻ ഈ കാത്തലിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ നിൽക്കുമ്പോൾ പള്ളിയുടേതായ ആരാധനാക്രമങ്ങളൊക്കെ ആചരിച്ചു പോന്നപ്പോൾ പള്ളിയിൽ നമ്മൾ വിഗ്രഹങ്ങളും ഒക്കെ വെച്ചിങ്ങനെ ആരാധിക്കുന്നു. പക്ഷെ ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ അത് ചെയ്യരുതെന്ന് ബൈബിളിൽ പറഞ്ഞിട്ട് നമ്മൾ പള്ളിയിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് എന്താണെന്ന് എൻ്റെ ആ ഹൃദയത്തിൽ എനിക്ക് ഒരു ചിന്തയുണ്ടായി. അങ്ങനെ ഞാനിങ്ങനെ വചനം വായിക്കാൻ തുടങ്ങിയപ്പോൾ അത് തെറ്റാണെന്ന് മനസ്സിലാവുകയും ഞാനൊരു പെന്തക്കോസ് ആരാധനയ്ക്ക് ആദ്യമായിട്ട് എൻ്റെ നാട്ടിൽ വെച്ച് ഇങ്ങനെ TPM-ന്റെ ഒരു ആരാധനയാണ് അവിടെ കടന്നു പോകുവാനും അങ്ങനെ അതാണ് യഥാർത്ഥ സത്യദൈവമെന്ന് അറിയുവാനും ഇടയായി. ഈ കത്തോലിക്ക വിശ്വാസി ആയിരിക്കുമ്പോൾ കത്തോലിക്ക സഭയിലുള്ളതായിട്ടുള്ള ആരാധനാ രീതികളിൽ എന്താണ് തെറ്റ്? എന്ത് കാര്യങ്ങളാണ് സിസ്റ്ററിന് ഇതൊക്കെ തെറ്റാണെന്ന് തോന്നിയത്? ഏതൊക്കെ കാര്യങ്ങളാണ്? വിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയും അതിനെ ആരാധിക്കുകയും ചെയ്യരുതെന്ന പുണ്യവാന്മാരുടെയും ഓരോ കാര്യങ്ങളും അതുപോലെ മറിയാമിന്റെയും അങ്ങനെയൊക്കെ ഓരോ വിഗ്രഹങ്ങൾ വെച്ചാണ് പള്ളിയിൽ നമ്മൾ ആരാധിക്കുന്നത്. അപ്പോൾ അത് തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അപ്പൊ അതിന്റെ ശരി എന്താണെന്ന് അറിയാനാണ് ഞാനിങ്ങനെ വചനവും വായിച്ച് ഞാനിങ്ങനെ പെന്തക്കോസ്ത് ആരാധനയ്ക്ക് കടന്നു ചെന്നപ്പോൾ അവിടെ ഞാൻ വചനം കേൾക്കാൻ ഇടയായി. ഭൂമിയിലുള്ള യാതൊന്നിനെയും നമസ്കരിക്കരുതെന്നും അവ കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല, അവയെ ആചരിക്കുന്നവർ അവയെ പോലെ തന്നെ എന്ന് ഞാൻ ദൈവത്തിന്റെ വചനത്തിലൂടെ കേൾപ്പാനും അങ്ങനെ ഞാൻ അതിൽ നിന്ന് വിട്ടുമാറുവാനിട്ട് ഇടയായി. കത്തോലിക്ക സഭയില് വിഗ്രഹാരാധന തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണോ ഈ പെന്തക്കോസ്തൽ വിശ്വാസത്തിലേക്ക് വന്നത്? അത് മാത്രമാണോ കാരണമായിട്ടിരുന്നത്? അത് മാത്രമല്ല, എനിക്ക് മാരകമായ ഒരു രോഗം പിടിപെട്ടിരുന്നു. അങ്ങനെ ആ രോഗത്തിൽ നിന്ന് അനേക ചികിത്സകളൊക്കെ ചെയ്തു, അനേക സ്ഥലത്ത് പോയി, അനേക തീർത്ഥാടനങ്ങൾ നടത്തിയിട്ടൊന്നും എനിക്കതിൽ ഒന്ന് റിക്കവർ ആവാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇങ്ങനെ ഒരു കർത്താവിന്റെ ദാസന്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിച്ച് എനിക്ക് രോഗത്തിൽ നിന്ന് സൗഖ്യമുണ്ടായി. അപ്പോൾ ഞാൻ തീർത്തും ഇങ്ങനെ
ജീവിക്കുന്ന ദൈവത്തെ ആരാധിപ്പാനായിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നു. ഏതൊക്കെ തീർത്ഥാടന കേന്ദ്രങ്ങളിലാണ് സിസ്റ്ററുടെ രോഗസൗഖ്യത്തിന് വേണ്ടി ഉള്ള പിന്നെ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ആയി പോയത്? പല പള്ളികളിലും പോയി. മലയാറ്റൂര് പള്ളിയില്, മണർകാട് പള്ളിയില്, അങ്ങനെ ഒരുപാട് പള്ളികളിലൊക്കെ പോയി തിരി കത്തിക്കുകയും, കോതമംഗലം പള്ളിയില്, അങ്ങനെ ഒരുപാട് പള്ളികളിലൊക്കെ പോയി തിരി കത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ എനിക്ക് എന്റെ രോഗത്തിൽ നിന്ന് എനിക്ക് ശമനം ഉണ്ടായില്ല. പിന്നീട് എങ്ങനെയാണ് ഈ രോഗസൗഖ്യം ലഭിച്ചത്? എങ്ങനെയാണ്? ഞാൻ ഈ പെന്തക്കോസ്ത് ആരാധനയിലേക്ക് ഇങ്ങനെ ഇതിലേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ എൻ്റെ ഒരു കർത്താവിൻ ദാസനോട് എൻ്റെ രോഗവിവരത്തെ പറ്റി പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ചു. ആ നിമിഷം തന്നെ എനിക്ക് എൻ്റെ രോഗത്തിൽ നിന്ന് സൗഖ്യമുണ്ടായി. പിന്നീട് പിന്നീട് ഈ രോഗസൗഖ്യം ലഭിച്ചതിന് ശേഷം ഇനി പെന്തക്കോസ്റ്റൽ കൂട്ടായ്മയിലാണ് തുടർന്ന് പോകേണ്ടത് എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്താനുള്ള ഒരു കാരണം എന്താണ്? എത്താനുള്ള കാരണം ലോക ഡോക്ടർമാരൊക്കെ എനിക്ക് ഇനി ജീവിതമില്ല എന്ന് വിധി എഴുതിയപ്പോൾ എനിക്ക് എൻ്റെ ശിഷ്ടായുസ് നീട്ടി തന്ന ഈ യേശു കർത്താവിനെ തന്നെ ആരാധിച്ച് എൻ്റെ ജീവിതം മുമ്പോട്ട് പോകണമെന്നും ഇനിയുള്ള എൻ്റെ ശിഷ്ടായുസ് ദൈവത്തിന് വേണ്ടി മാറ്റി വെക്കണമെന്നും അനേക ഇടങ്ങളിൽ പോയി നിന്ന് എനിക്ക് എൻ്റെ കഴിവിനനുസരിച്ച്, എൻ്റെ അറിവിനനുസരിച്ച് ദൈവത്തെ പറ്റി പറയണമെന്നും ഞാൻ ആഗ്രഹിച്ച് ഇങ്ങനെ ഈ രീതിയിലേക്ക്, ഈ കർത്താവിൻ്റെ ഇതിലേക്ക് ഞാൻ കടന്നു വരാനായിട്ട് ഇടയായി. പിന്നീട് സുവിശേഷ പ്രവർത്തന രംഗങ്ങളിലേക്ക്, അതായത് സുവിശേഷ വേലയിലേക്ക് കടന്നു വരാനായിട്ടുള്ളൊരു കാരണം എന്താണ്? കാരണം എനിക്ക് പാട്ട് പാടാനായിട്ട് വളരെ താല്പര്യവും വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഞാനിങ്ങനെ ഈ പാട്ടുകൾ പഠിച്ച് ഇങ്ങനെ പല ഭാഷകളിലുള്ള പാട്ടുകളൊക്കെ ഇങ്ങനെ പഠിച്ച് ഇങ്ങനെ പാടുവാനും, അപ്പൊ പരസ്യയോഗങ്ങളിലൊക്കെ ഞങ്ങൾ കടന്നു പോകാനായിട്ട് ഇടയായി. അപ്പൊ ഇങ്ങനെ പരസ്യങ്ങൾ കടന്നു പോയപ്പോ അന്ന് ഞാൻ പാട്ടുകൾ മാത്രമേ പാടുകയുള്ളായിരുന്നുള്ളൂ. അപ്പൊ പിന്നീട് ഞാനിങ്ങനെ പരസ്യങ്ങളിൽ പോയി ഞാനിങ്ങനെ പരസ്യങ്ങളില് ദൈവവചനം സംസാരിക്കാനായിട്ട് പഠിച്ച് ഞാൻ അങ്ങനെ ആ താല്പര്യത്തോടു കൂടി പരസ്യങ്ങളിലെല്ലാം കടന്നുപോയി പാട്ടുകൾ പാടുകയും ദൈവവചനം പാടുകയും ഇപ്പോൾ ഞാൻ അനേക ഇടങ്ങളിലേക്ക് എന്നെ പ്രാർത്ഥനയ്ക്ക് വിളിക്കുന്നുണ്ട്. അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവസന്നിധി പ്രാർത്ഥിച്ച് ദൈവം അതിന് മറുപടികളും തന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഏതൊക്കെ രീതിയിലാണ് സുവിശേഷ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മള് ട്രാക്റ്റുമായിട്ട് ഭവനങ്ങളിൽ സന്ദർശിച്ച് ഭവനങ്ങളിൽ കയറി ചെന്ന് നമ്മൾ സുവിശേഷം പറയും. പിന്നെ വ്യക്തികളോട് പറയും. പിന്നെ നമ്മള് പരസ്യയോഗങ്ങൾ നടത്തും. അപ്പോൾ അനേക ദേശങ്ങളിൽ പോയി പരസ്യയോഗങ്ങൾ നടത്തും. അപ്പൊ നമ്മൾ അവിടെ എല്ലാം വീടുകളെല്ലാം കയറും. അതുപോലെ ബിസിനസ്സുകാരുടെ ഇടയിൽ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നതിന് മുമ്പും അതിനുശേഷവുമുള്ള രണ്ടവസ്ഥകളെ കുറിച്ചൊന്ന് വ്യക്തമാക്കാമോ സിസ്റ്ററിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട്? കർത്താവിനെ രക്ഷിതാവും ദൈവമായി സ്വീകരിക്കുന്നതിന് മുമ്പ് ഞാൻ വളരെ കഷ്ടങ്ങളിലൂടെ, വളരെ പ്രതികൂലങ്ങളിലൂടെ, വളരെ പ്രതിസന്ധികളിലൂടെ എൻ്റെ ജീവിതം ഭയങ്കരമായ രീതിയിൽ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ജീവിതമായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ അനാഥശാലകളിലും വൃദ്ധമന്ദിരങ്ങളിലുമൊക്കെ ഞാൻ പാർത്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ ജീവിതം ഒരു കഷ്ടം നിറഞ്ഞ ജീവിതമായിരുന്നു. അപ്പൊ അതിൽ നിന്ന് എനിക്ക് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ആ ഒരു ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എല്ലാത്തിനും ദൈവം ഒരു മാറ്റം തന്നു. എൻ്റെ ജീവിത സാഹചര്യങ്ങൾ മാറി, എൻ്റെ കഷ്ടങ്ങൾ മാറി, എൻ്റെ പ്രതികൂലങ്ങൾ മാറി, തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടു. അങ്ങനെ എല്ലാ രീതിയിലും എനിക്ക് ദൈവം ഒരു സമാധാനവും സന്തോഷവും പ്രത്യാശയും തന്നു. അപ്പോൾ ആ ഒരു സമാധാനവും സന്തോഷവും മറ്റുള്ളവരിലേക്ക് പകരപ്പെടുവാനായിട്ട് ഞാൻ ആഗ്രഹിച്ചാണ് ഈ പരസ്യവേലയ്ക്ക് ഇറങ്ങിയേക്കുന്നത്. ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളൊക്കെ പരസ്യയോഗങ്ങള്, ഭവന സന്ദർശനം ഒക്കെയാണ് അല്ലേ? അതെ. ജീവിതത്തില് പ്രാർത്ഥിക്കും.
ജീവിതത്തില് ദൈവം അത്ഭുതകരമായി വിടുവിച്ചു, അത്ഭുതകരമായി വഴി നടത്തി എന്ന് പറയത്തക്ക ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. എങ്കിലും അതിൽ ചില സന്ദർഭങ്ങളൊന്ന് പറയാമോ? ഒന്ന് രണ്ട് സന്ദർഭങ്ങൾ. 2016 എനിക്കൊരു രോഗം പിടിപെടാനിടയായി. എൻ്റെ തലയുടെ ഒരു ഭാഗം പഴുപ്പ് ബാധിച്ച് ചെവിയിലൂടെ പഴുപ്പ് ഇങ്ങനെ ധാരധാരയായിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു. ഞാൻ ചെവിയിൽ പഞ്ഞി വെച്ചുകൊണ്ടാണ് കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത്. രാത്രി ഒരു 3 തവണ ചെവിയിൽ പഞ്ഞി മാറ്റി വെച്ചാണ് കിടന്നുറങ്ങുന്നത്. അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു ഇത് തലയുടെ ഒരു ഭാഗത്ത് പഴുപ്പ് ബാധിച്ചു, അത് സെക്കൻഡ് സ്റ്റേജ് കടന്നു, 3rd സ്റ്റേജിലേക്ക് എത്തി എന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോ നമുക്ക് ഞങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഒന്നുമില്ല, നിങ്ങൾ നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എനിക്ക് വേറൊരു മാരകമായ രോഗം പിടിപെടാനിടയായി. എൻ്റെ കാലിന്റെ മുട്ടിന് കീഴ്പോട്ട് പരുക്കൾ ബാധിച്ച് വളരെ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ 3 ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ നിന്നെല്ലാം എന്നെ തള്ളി ഇവിടെ എടുക്കത്തില്ലെന്ന് പറഞ്ഞ് 4ാമത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവര് ആദ്യം ഇവിടെ ഇതിന് ചികിത്സ ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കരഞ്ഞ കാല് പിടിച്ച് അവരോട് പറഞ്ഞപ്പോൾ അവിടെ എടുത്തു. അവര് പറഞ്ഞു ക്യാൻസറിന്റെ തുടക്കമാണ് എന്ന് പറഞ്ഞ് ബയോപ്സി എടുത്ത് അമൃത ഹോസ്പിറ്റലിലേക്ക് അയച്ചു. അവിടെ നിന്ന് ബയോപ്സിയുടെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ക്യാൻസർ ഒന്നുമല്ല. വീണ്ടും അവർ പറഞ്ഞു വയറിനകത്ത് ഉദര സംബന്ധമായ എന്തോ കുഴപ്പത്തിന്റെ ആണെന്ന് പറഞ്ഞ് എൻഡോസ്കോപ്പി ചെയ്തു. അതിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ 1.5 മാസക്കാലം എനിക്ക് രോഗത്തിന് സൗഖ്യമില്ലാതെ ഇരുന്നപ്പോൾ, സൗഖ്യമില്ലാതെ അല്പം പോലും സൗഖ്യമില്ലാതെ വെറുതെ മരുന്ന് കഴിക്കുന്നു എന്ന് മാത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ 2 കർത്താവിന്റെ ദാസന്മാരെ അവരോട് ദൈവം സംസാരിച്ചു, ഇങ്ങനെ ഇന്ന വീട്ടിൽ ഇന്ന ദേശത്തെ ഇന്ന വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് 2 കർത്താവിന്റെ ദാസന്മാര് ഒരു സന്ധ്യാസമയത്ത് ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരുവാനും അവര് കടന്നു വന്നിട്ട് ചോദിച്ചു, ഇവിടെ ഞങ്ങളെ കർത്താവ് അയച്ച എന്താണ് ഇവിടെ കുഴപ്പമൊന്നും ഞങ്ങൾക്ക് അറിയില്ല കപ്പ, എന്താ ഇവിടെ സംഭവം എന്ന് ചോദിച്ചു. പറഞ്ഞു ഇങ്ങനെ സുഖമില്ലാതെ ഇരിക്കുകയാണ്, 1.5 മാസക്കാലമായി ഇതുവരെ ഒരു ശമനമില്ല, ഉറങ്ങിയിട്ട് 1.5 മാസം എന്ന് പറഞ്ഞു. അവര് ആ കർത്താവിന്റെ ദാസന്മാര് 2 പേരും എണ്ണയെടുത്ത് എണ്ണ പ്രാർത്ഥിച്ച് എൻ്റെ കാലയിലെല്ലാം എണ്ണ പൂശി പ്രാർത്ഥിച്ച് അവര് കടന്നുപോയി. ആ നിമിഷം മുതൽ എൻ്റെ പഴുപ്പും നിന്നു. അന്ന് രാത്രി മുതൽ ഞാൻ കിടന്നുറങ്ങാൻ തുടങ്ങി. എൻ്റെ മുറിവ് കരിയാൻ തുടങ്ങി. അങ്ങനെ 15 ദിവസത്തിനുള്ളിൽ എൻ്റെ മുറിവെല്ലാം കരിഞ്ഞ് എൻ്റെ കാലിനെല്ലാം സൗഖ്യം വന്ന് ഞാൻ 1 മാസം കഴിഞ്ഞ് പരസ്യ വേലയ്ക്കായിട്ട് കടന്നു പോകാനായിട്ട് ഇടയായി. അപ്പൊ ഇങ്ങനെ എനിക്ക് ഈ ശിഷ്ടായുസ് എൻ്റെ ദൈവം എനിക്ക് ശിഷ്ടായുസ് നീട്ടി തന്നപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തോട് ഒരു ഉടമ്പടി ചെയ്തു. എനിക്ക് ഇനിയുള്ള ശിഷ്ടായുസ് എൻ്റെ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു. അങ്ങനെയാണ് ഞാൻ ഈ പരസ്യത്തിലേക്ക് ഇങ്ങനെ മുഴുവൻ സമയം ഇങ്ങനെ ഇറങ്ങാനായിട്ടുള്ള എൻ്റെ അനുഭവം. ഇപ്പോൾ ഏതൊക്കെ രീതിയിൽ പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഉപവാസങ്ങൾ നടത്താനൊക്കെ പോകുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അങ്ങനെ പോയി നടത്തിയ പ്രവർത്തനങ്ങളും അതോടൊപ്പം വിടുതൽ കിട്ടിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് വിവരിക്കാമോ? ഞങ്ങളുടെ ഭവനത്തിലേക്ക് ചില രോഗികളെ കൊണ്ടൊക്കെ ചില വ്യക്തി ജീവിതങ്ങൾ കടന്നു വരുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ, ഒരു അച്ചായൻ, ഒരു മകനുമായിട്ട് ഇവിടെ കടന്നു വരുവാനിടയായി. ആ കുഞ്ഞ് നല്ല ബുദ്ധിയോട് കൂടി ഇരുന്ന, അത് കഴിഞ്ഞിട്ട് അവൻ ഭയങ്കരമായിട്ട് അവന് സംസാരിക്കത്തില്ല. പിന്നെ ഭയങ്കരമായിട്ട് അവൻ ഉപദ്രവങ്ങളാണ്. എല്ലാ കാര്യവും എറിഞ്ഞു പൊട്ടിക്കുന്നു, നശിപ്പിച്ചു കളയും, എല്ലാവരെയും ഉപദ്രവിക്കും. അങ്ങനെയുള്ള ഒരു രീതിയിൽ അവർ പല സ്ഥലത്തും പോയി, പല പ്രാർത്ഥനകൾക്കൊക്കെ പോയി. 10.5 വയസ്സുണ്ട് ഇപ്പൊ അവന്. ഇവിടെ കൊണ്ടുവന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞാനൊരു വെളിപ്പാട് ആ കർത്താവിന്റെ ദാസനോട് പറഞ്ഞപ്പോൾ പറഞ്ഞു അത് ശരിയാണെന്ന് പറഞ്ഞു. ഇവിടെ വെച്ച് തന്നെ ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചു. അവൻ ഹല്ലേലൂയ, സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ എന്നെല്ലാം വിളിച്ച് അവൻ പോയി. വീണ്ടും ഞങ്ങളെ ആ ഭവനത്തിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചു. അവിടെ ചെന്ന് അവർക്ക് വേണ്ടി ഞങ്ങൾ ഒരു ദിവസം ഉച്ചവരെ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഇന്നലെയൊക്കെ ആ കർത്താവിന്റെ ദാസനെ വിളിച്ചപ്പോൾ മകന് ഒരുപാട് സൗഖ്യമുണ്ടെന്ന് പറയുവാനായിട്ട് ഇടയായി. അവനിപ്പോ ഒത്തിരി ശാന്തനായി, ഉപദ്രവങ്ങളൊക്കെ കുറവായി. അവനെ നോക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു ട്രെയിനറെ വരെ അവിടെ കൊണ്ടുവന്നു എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ അവർക്ക് അവനെ നോക്കാൻ വയ്യാഞ്ഞിട്ട് കടന്നുപോയി. അപ്പൊ അവര് പറഞ്ഞു, ഇപ്പൊ പാസ്റ്റർ വന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നല്ല കുറവുണ്ട്,
അവൻ ഇപ്പൊ ശാന്തനായി, ഉപദ്രവങ്ങളൊക്കെ കുറവാണ്, അവൻ സംസാരിക്കുന്നുണ്ട്, നല്ല ഒരു രീതിയിൽ ആയി വരുന്നുണ്ട് എന്ന് പറയുവാനായിട്ട് ഇടയായി. അങ്ങനെ പിന്നെ അതുപോലെ അനേകയിടങ്ങളിലേക്ക് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ വിളിക്കുന്നുണ്ട്. വിളിച്ച് അവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ രോഗത്തിന് സൗഖ്യം ഉണ്ടാവുന്നുണ്ട്. വളരെ കഷ്ടത്തിലൂടെ പ്രതികൂലങ്ങളിലൂടെ ഒക്കെ ജീവിച്ചു പോകുന്ന സാഹചര്യത്തിൽ എനിക്ക് 3 ആൺകുഞ്ഞുങ്ങളുണ്ട്. പാപമുള്ള കുഞ്ഞുങ്ങളെ ദൈവം എനിക്ക് തന്നത്. ഒരു ദുർസ്വഭാവവും ഇല്ല, അവരെ കൊണ്ട് ഒരു ദോഷവുമില്ല. അവരുടേതായ രീതിയിൽ ജോലികളൊക്കെ ചെയ്യുന്നു, അവര് സന്തോഷമായിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയായി, കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ എന്ത് കാര്യത്തിൽ നിന്നും നമുക്കൊരു വിടുതൽ തരാൻ, അല്ലെങ്കിൽ ലോകര് നമ്മളെ പറ്റി എന്ത് പറഞ്ഞാലും നമ്മൾ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നാൽ, നമ്മുടെ മാതാപിതാക്കൾ ദൈവസന്നിധി വിശ്വസ്തയോടെ നിന്നാൽ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന ആ ദൈവത്തിന്റെ വചനം ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. അതെന്റെ ജീവിതത്തിലെ അനുഭവമാണ്. എന്റെ 3 കുഞ്ഞുങ്ങളും നല്ല സ്വഭാവമുള്ള കുഞ്ഞുങ്ങളാക്കി ദൈവം എനിക്ക് തന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ സിസ്റ്ററിന്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു. സുവിശേഷ പ്രവർത്തനങ്ങൾ നന്നായി ചെയ്യുന്നു. നമ്മൾ ഈ സുവിശേഷം മറ്റുള്ളവരോട് പങ്കുവെക്കേണ്ട ആവശ്യകത എന്താണ് ഇന്നത്തെ കാലഘട്ടത്തിൽ? ഇന്നത്തെ കാലഘട്ടത്തിലെ ആവശ്യകത എന്താണെന്ന് പറഞ്ഞാൽ, ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്ത ഒരു ലോകമാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ഇന്ന് അനേക യൗവനക്കാരായ തലമുറകൾ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത്, ഇന്റർനെറ്റ് യുഗമായ ഈ ലോകത്ത് നമ്മൾ ദൈവത്തെ പറ്റി പറഞ്ഞ് മനുഷ്യനെ മാനസാന്തരപ്പെടുത്തേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. ഇന്ന് 12 വയസ്സായ കുഞ്ഞുങ്ങൾ പോലും പാൻപരാഗം വെച്ച് ബീഡിയും വലിച്ച് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് നടക്കുന്ന ഈ കാലത്ത് നമ്മൾ ദൈവത്തിന്റെ വചനം അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ ബോധവൽക്കരിച്ച് അതിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ട ഒരു കാലഘട്ടമാണിപ്പോൾ. അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ അനേക ആത്മാക്കളെ നമുക്ക് നേടുവാനും അനേകരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് സാധിക്കും, ബോധവൽക്കരിക്കാനായിട്ട് സാധിക്കും. നമ്മൾ മാധ്യമങ്ങളൊക്കെ എടുത്ത് കാണുമ്പോൾ നമുക്കറിയാവില്ല, 23 വയസ്സുള്ള ഒരു പയ്യൻ 6 പേരെ കൊലപ്പെടുത്തി ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ അത് ഒരു വാർത്തയായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ പിന്നിൽ എന്താണ്? അവനിലുള്ള പാപപ്രവൃത്തിയാണ്. അവന് സുബോധം ഇല്ല. ഈ മദ്യവും മയക്കുമരുന്നും കഴിച്ച് സുബോധം നഷ്ടപ്പെട്ടിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ സുബോധത്തിന്റെ അവന് ഈ അതെ ഉണ്ടാകുന്ന വിപത്തിനെ പറ്റി, അതിനെതിരായുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഒരുപാട് പേർക്ക് അതൊരു പ്രചോദനമാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഇനി ഏതൊക്കെ രീതിയിലാണ് ഇപ്പൊ സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഇനി ഒരു ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്? ഭാവി പദ്ധതി ഞങ്ങളൊരു നല്ല മൈക്ക് സെറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടി ഒരു നല്ല മൈക്ക് സെറ്റും കാര്യങ്ങളും, പിന്നെ ഞങ്ങളിപ്പോ നമ്മളിങ്ങനെ മൈക്ക് സെറ്റ് ഒക്കെ നമ്മള് ഓട്ടോയൊക്കെ വിളിച്ച് അങ്ങനെയൊക്കെയാണ് പോകുന്നത്. കുറച്ചുകൂടി ഒരു വിശാലതയിലേക്ക് ദൈവം നടത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ സഹോദരിമാർക്ക് സുവിശേഷ വേലയിലുള്ള പങ്കാളിത്തങ്ങൾ എന്തൊക്കെയാണ്? അതിനെ കുറിച്ചൊന്ന് പറയാമോ? അതിനെക്കുറിച്ച് നമ്മള് ലേഖനങ്ങളിലൊക്കെ വായിക്കുമ്പോൾ അറിയാലോ, പ്രിസ്കില്ലയും ഒക്കെ പൗലോസിനോടൊപ്പം സുവിശേഷ വേലയിലെ പങ്കാളികളായിരുന്നു എന്നും, അത് തന്നെയുമല്ല കർത്താവിന്റെ കല്ലറയ്ക്കല് അതികാലത്തെ കർത്താവിന്റെ കല്ലറയ്ക്കൽ ചെന്നത് 3 സഹോദരിമാരാണ്. മഗ്ദലന മറിയയും യേശുവിന്റെ അമ്മ മറിയയും, അങ്ങനെ 3 സഹോദരിമാരാണ് അവിടെ ചെന്നത്. അപ്പൊ ഈ സഹോദരന്മാരൊന്നും ഇല്ലാഞ്ഞിട്ടല്ലല്ലോ, അവർ അതികാലത്തെ ഇരുട്ട് ഉള്ളപ്പോൾ തന്നെ എന്നാ പറയുന്നത്. അപ്പൊ അത്ര താല്പര്യത്തോടെ കർത്താവിന്റെ കല്ലറയ്ക്കൽ അവരെ ചെന്നു എങ്കിൽ, അപ്പൊ ഇന്നത്തെ കാലത്തെ സഹോദരിമാർക്ക് കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അത് തന്നെയുമല്ല, നമ്മൾ പരസ്യത്തിനും പൊതുപ്രവർത്തനങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമ്മളെ സഹോദര
എല്ലാം കൂടി പോകുമ്പോൾ ഉപദ്രവിക്കാനായിട്ട് ഈ പല സംഘടനകളും വരുമ്പോൾ സഹോദരിമാര് കൂടെ ഉണ്ടെങ്കിൽ അവർ പറയും സഹോദരി കൂടെ ഉള്ളത് കൊണ്ട് ഞങ്ങള് ഇപ്പോൾ ഉപദ്രവിക്കുന്നില്ല, ഞങ്ങള് വെറുതെ വിടുക എന്ന് പറയുവാനും, അതുപോലെ നമ്മള് സഹോദരിമാരായ നമ്മള് ഈ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായിട്ടും ദൈവവചനത്തെ പറ്റിയും കവലകളിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ അനേക സഹോദരന്മാർ അതിൽ നിന്ന് കേൾക്കാനായിട്ട് ഒരു താല്പര്യം കാണിക്കുന്നുണ്ട്. അതുപോലെ മദ്യപിച്ച് നിൽക്കുന്നവരോടാണെങ്കിലും നമ്മളൊരു മദ്യപിക്കുക എന്ന് കാണിക്കുന്നുണ്ട്. സഹോദരന്മാർ പറയുന്നതിനേക്കാൾ കൂടുതൽ സഹോദരിമാര് പറയുമ്പോൾ അവരൊരു പെങ്ങള് പറയും പോലെ അവരെ കണക്ക് കൂട്ടി അത് കേൾക്കാനും അവരതിൽ നിന്ന് പിന്മാറാനും ഒക്കെ ഒത്തിരി താല്പര്യം കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി എന്തെങ്കിലും കാര്യങ്ങള് ഈ അനുഭവ സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ പറയണം എന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ ഉണ്ടോ? വിട്ടുപോയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? വടക്കേ ഇന്ത്യയിലെ പ്രവർത്തനത്തിന് ഒന്ന് പോയാൽ കൊള്ളാമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ഭാഷകളിൽ പാടാനൊക്കെ അറിയാവുന്നതുകൊണ്ട് അവരുടെ ഇടയിൽ പോയി പ്രവർത്തിക്കാനും അവിടെ വന്ന് പോകാനും പ്രവർത്തിക്കാനൊക്കെ താല്പര്യത്തോടെയാണ് ഇരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഒരുങ്ങിയാൽ പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. വടക്കേന്ത്യയിലെ സുവിശേഷ പ്രവർത്തനത്തിന് പോകാൻ വലിയ തടസ്സങ്ങളൊന്നും ഇല്ല. ആർക്ക് വേണമെങ്കിലും വടക്കേന്ത്യയിൽ പോയി സുവിശേഷ പ്രവർത്തനങ്ങളൊക്കെ നടത്താം. അതിനൊന്നും കുഴപ്പമുള്ള കാര്യങ്ങളല്ല. സിസ്റ്റർ 8 ഭാഷകളിൽ പാട്ട് പാടും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഏതൊക്കെ ഭാഷകളിലാണ് പാട്ട് പാടുന്നത്? ആ പാട്ടുകളൊക്കെ ഒന്ന് പാടി കേൾപ്പിക്കാമോ? ഞാൻ പാടുന്ന ഭാഷകള് കന്നഡ, തെലുങ്ക്, പഞ്ചാബി, ഒഡിയ, സന്താളി, കുയി, തമിഴ്, ഹിന്ദി. ഇങ്ങനെ 8 ഭാഷകളിലാണ് ഞാൻ പാട്ട് പാടുന്നത്. പാടിക്കൂ. ആദ്യം ഒരു പഞ്ചാബി ഗാനം പാടാം. ഖാദിയ ബാരിയാനു ബന്ധുക്കാരിക്കെ ദിലുവാള ബുഹ ജോദോ കോലു വേഖയാ. അഖാദിയ ബാരിയാനു ബന്ധുക്കാരിക്കെ ദിലുവാള ബുഹ ജോദോ കോലു വേഖയാ. വിച്ചു ബേഠਾ മിസിया मसी ਮੈਨੂੰ ਦਿਸਿਆ ਮਸੀ ਆਪਣਾਈ ਆਪ ਜਦੋਂ ਭੋਲ ਵੇਖਿਆ. ਅੱਖਾਂ ਦੀਆਂ ਬਾਰੀਆਂ ਨੂੰ ਬੰਦ ਕਰਕੇ ਦਿਲ ਵਾਲਾ ਬੁਹਾ ਜਦੋਂ ਖੋਲ ਵੇਖਿਆ. ਦੁੱਖਾਂ ਦੀਆਂ ਟੁੱਟਦਿਆ ਸਭ ਬੇੜੀਆਂ ਰਹਿਮਤਾਂ ਹੋਰ ਵੀ ਨੇ ਬਤੇਰੀਆ. ਪਾਕ ਰੂ ਦੀ ਦੋ ਬਾਰ ਪੂਰੀ ਮਿਲ ਗਈ ਜਦੋਂ ਨਾ ਹੋਏ ਸੁਜਦਾ ਧੋਲ ਵੇਖਿਆ. ਪਾਕ ਰੂ ਦੀ ਦੋ ਬਾਰ ਪੂਰੀ ਮਿਲ ਗਈ ਜਦੋਂ ਨਾਮ ਹੋਏ ਸੁਜਦਾ ਬੋਲ ਵੇਖਿਆ. ਮੇਰੇ ਵਿੱਚ ਬੈਠਾ ਮੈਨੂੰ ਦਿਸਿਆ ਮਸੀ ਆਪਣਾ ਹੀ ਆਪ ਜਦੋਂ ਭੋਲ ਵੇਖਿਆ. ਅੱਖਾਂ ਦੀਆਂ ਬਾਰੀਆਂ ਨੂੰ ਬੰਦ ਕਰਕੇ ਦਿਲ ਵਾਲਾ ਬੂਹਾ ਜਦੋਂ ਖੋਲ ਵੇਖਿਆ. ਅੱਖਾਂ ਦੀਆਂ ਬਾਰੀਆਂ ਨੂੰ ਬੰਦ ਕਰਕੇ ਦਿਲ ਵਾਲਾ ਬੂਹਾ ਜਦੋਂ ਖੋਲ ਵੇਖਿਆ. ପ୍ରଭୁ ଦୁଃଖ ନ ଆସିବ ମତେ ନିରାଶ ଜୀବନେ ଆଶା ବରିଲ ଲୋକ ମୋର ହଛି ନିଜର କଲ করে আজি তুম পূজা অর্চনা তুম বিনা কিছু চাহে না. बिना किसी चाहना तुम बिना किसी चाहना. तुम बिना प्रभु किसी चाहना तुम बिना किसी चाहना. ഇനി ഒരു തമിഴ് ഗാനം പാടാം. പാടുവേൻ പരവശമാകുവേൻ പരന്തോടും ഇന്നലെ. പാടുവേൻ പരവശമാകുവേൻ പരന്തോടും ഇന്നലെ.
அலையாய் துன்பம் சூழ்ந்த நிலை கலங்கி ஆழ்தையில் அலையாய் துன்பம் சூழ்ந்த நிலை கலங்கி ஆழ்தையில் அலைக்கடல் தாழ்த்த நடுவழி விடுத்த அலைக்கடல் அடுத்த நடுவழி விடுத்த கடத்திய சென்ற கர்த்தனை கடத்திய சென்ற பாடுவேன் பரவசமாகுவேன் பரந்தோடும் ഇന്നലെ പാടുവേൻ പരവശമാകുവേൻ പരന്തോടും ഇന്നലെ. ഇനി ഒരു കന്നഡ ഗാനമാണ് പാടുന്നത്. ശ്രീയേശുനാമം എന്ന ഗാനത്തിന്റെ കന്നഡ വേഷനാണ്. ಲೆಕ್ಕವಿಲ್ಲುಟ್ಟಷ್ಟು ಪಾಪ ನನ್ನಿಂದ ತೆಗೆಯಲು ನನಗಾಗಿ ಬಂದ ನಾಮ. ಲೆಕ್ಕವಿಲ್ಲುಟ್ಟಷ್ಟು ಪಾಪ ನನ್ನಿಂದ ತೆಗೆಯಲು ಅನ್ಯನೆಂದು ತೆಲ್ಲೆಡನ್ನು ಧನ್ಯನಾಗಿ ಮಾಡಲು ಬಂದ ಉನ್ನತನ ಪುಣ್ಯನಾಮ. ಶ್ರೀಯೇಸು ನಾಮ அதிசய ನಾಮ ಪಾವಿಗೆ ಇನ್ ಪಾದ ನಾಮ. ഹല്ലേലൂയ ശ്രീയേസു നാമ അതിശയ നാമ പാപികെ ഇൻ പാദ നാമ. ಭೂತಬಾಧಿತರಿಗೆ ನಾನಾರೋಗಿಗಳಿಗೆ ಸ್ವಸ್ಥ ಮಾಡುವಂತ ನಾಮ. ಕುರುಡರಿಗೂ ಕುಂಡರಿಗೂ ಕುಷ್ಠರೋಗಿಗಳಿಗೆಲ್ಲ ಬಿಡುಗಡೆ ಕೊಡುವ ನಾಮ. ಕುರುಡರಿಗೂ ಕುಂಡರಿಗೂ ಕುಷ್ಠರೋಗಿಗಳಿಗೆಲ್ಲ ಬಿಡುಗಡೆ ಕೊಡುವ ನಾಮ. ಶ್ರೀಯೇಸು ನಾಮ அதிசய நாம பாபிகே இன் பாத நாம. ஹல்லேலூய ಶ್ರೀಯೇಸು ನಾಮ அதிசய நாம பாபிகே இன் பாத நாம. ഇനി ഒരു സന്താളി ഗാനമാണ്. അസാമീസിലെയൊക്കെ ഈ ഗോത്രവർഗക്കാരുടെ ഒരു ഭാഷയാണ് സന്താളി. നമ്മുടെ കേരളത്തിലെ ഇവിടെ പെരുമ്പാവൂരൊക്കെ ഒത്തിരി സന്താളിക്കാരൊക്കെ ഉണ്ട്. ഞങ്ങൾ അവിടെ പോകുമ്പോൾ പാടാറുള്ള പാട്ടാണ്. പ്രഭു വന്തോ കാരേ മിനാമാ ത്രിസിഗിയാലം ഹീഡിനാം ജഹരിഗി ഇനി താഹേ am sautodo inme പ്രഭുവന്തോ കാരേ മിനാമാ ത്രിസിഗിയാലം ഹീഡിനാം ജഹരിഗി ഇനി താഹേ am sautedo inme. പ്രഭു പ്രഭു ഇൻ ഹോ ഇന്ദാ എൻ ഖോസീദ ബംഗോനിദാ ഖോസീദ ബംഗോനിദാ am surredo kainme am surredo kainme പ്രഭു വന്തോ കാരേ മിനാമാ ത്രിസിഗിയാലം ഹീഡിനാം am ഇൻമേ. ഇനി ഒരു ഹിന്ദി ഗാനം പാടാം. ഹിന്ദി ഗാനം പാടാം. എണ്ണി എണ്ണി സ്തുതിക്കുവാന്നുള്ളതിന്റെ ഹിന്ദിയാ.
करो बेशुमार तेरे दानों के लिए। अब तक तूने संभाला मुझे अपने बाहों में लिए हुए। गिन गिन के स्तुति करो बेशुमार तेरे दानों के लिए। अब तक तूने संभाला मुझे अपने बाहों में लिए हुए। तेरे शत्रु का निशाना तुझ पर होगा ना सफल। तेरे शत्रु का निशाना तुझ पर होना था सफल। आंखों की पुतली जैसे वो रेखेगा तुझे हर पल। आंखों की पुतली जैसे वो रेखेगा तुझे हर पल। गिन गिन के स्तुति करूं बेशुमार तेरे दानों के लिए. ഇനി ഒരു ബംഗാളി ഗാനം കൂടി പാടാം. ഇവിടെ കൂടുതലും ബംഗാളി സഹോദരങ്ങളാണല്ലോ ഇങ്ങോട്ടൊക്കെ കടന്നു വന്നിരിക്കുന്നത്. അപ്പൊ അവരുടെ ഇടയിൽ പോകുമ്പോൾ പാടുന്ന ഗാനമാണ്. বাঁচাও প্রভু গো জীবনে সাবধাময়। বাঁচাও প্রভু গো জীবনে সাবধাময়। প্রতিক্ষণে তুমি জয়ে চুজে সাথে তাই তো আর নাই কোনো বই। প্রতিক্ষণে তুমি রয়েছ যে সাথে তাই তো আর নাই কোনো বই। বাঁচাও প্রভু গো জীবনে সাবধাময়। জগত প্রেমে করিলে নিজেকে দান করিলে পাবি কুলে বাঁচালে হলে সকলে সাদয়। পাবি কুলে বাঁচালে হলে সকলে সাদয়। বাঁচাও প্রভু গো জীবনে സാക്ഷമോയ്. ഇനി ഒരു തെലുങ്ക് ഗാനം കൂടെ പാടാം. ఆరాధించెదను ఆత్మతో నిరతం ఆరాధ్య దైవము ప్రభు యేసుని. ఆరాధించెదను ఆత్మతో నిరతం ఆరాధ్య దైవము ప్రభు యేసుని. ఆనందగానము మనసార పాడుచు మను నా యేసుని అనుదినం స్తోత్రింతును. నా యేసుని ఆరాధించెదను ఆత్మతో నిరతం ఆరాధ్య దైవము ప్రభు యేసుని. హల్లెలూయా అనచు మహిమా పరచెదను. హల్లెలూయా అనుచు అర్పిందు నా హృదయని భజించి స్తోత్రించి మహిమా పరచెదను. ఆరాధించెద ప్రభుని ఆత్మ సత్యములన్ ఆరాధించెద ప్రభుని ఆత్మ సత్యములన్. అందరి ప్రభుడాయనే నా యేసుడు
అందరి ప్రభుడాయనే న్యాయేశుడు ఆరాధించేదను ఆత్మతో నిరతం ఆరాధ్య దైవము ప్రభుయేసుని ఆరాధించేదను ఆత్మతో నిరతం ఆరాధ్య దైవము ప్రభుయేసుని నరరూపుదారుడు పాపరహితుడు నరరూపుదారుడు పాపరహితుడు మరణపు ముల్లును విరచిన విభుని మరణపు ముల్లు ఆరాధించెదను అల్ఫయు ఓమేగయు న్యాయేశుడు అల్ఫయు ఓమేగయు న్యాయేశుడు ఆరాధించెదను ఆత్మతో నిరతం ఆరాధ్య దైవము ప్రభుయేసుని ఆరాధించెదను ఆత్మతో నిరతం. Praise the Lord. So, ഈ സിസ്റ്റർ സാലി അപ്പോൾ 8 ഭാഷകളിൽ പാട്ടുകൾ പാടി. തന്നെ ഇപ്പോൾ തൻ്റെ ഭർത്താവ് ഒരു പാസ്റ്ററാണ്, പാസ്റ്റർ പോൾ. ഒരു കുടുംബമായി കർത്താവിന്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുന്നു. ഈ സിസ്റ്ററിന്റെ സാക്ഷ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. സിസ്റ്ററെ വളരെയധികം നന്ദി. ഇനിയും മറ്റു കാര്യങ്ങളൊന്നും പറയാനായിട്ടില്ലല്ലോ. ഇല്ല. അപ്പം ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വളരെയധികം നന്ദി.